നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഇതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇതിനേക്കാൾ ഫാൻറ്റാസ്റ്റിക് ആയിട്ട് എങ്ങനെയാണ് കളിച്ച് തോൽക്കാനാവുക? ചോദിക്കുന്നത് പെപ് ഗാർഡിയോളയാണ്. ഇന്നലെ മാഞ്ചസ്റ്റർ സിറ്റിയും റയൽ മാഡ്രിഡും തമ്മിലുള്ള യുവേഫ ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനൽ രണ്ടാം പാദ മത്സരത്തിൽ മികച്ച പ്രകടനമാണ് പെപ്പിൻ്റെ സിറ്റി നടത്തിയത്. പക്ഷേ വിജയിച്ച് കയറാൻ പറ്റിയില്ല. എക്സ്ട്രാ ടൈമിലേക്ക് പോയി, പിന്നെ പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോയി. അവിടെ മത്സരം അവർക്ക് കൈവിട്ട് പോവുകയും ചെയ്തു. കളിയിൽ സമ്പൂർണ്ണ ആധിപത്യം പെപ്പിൻ്റെ ടീമിന് തന്നെയായിരുന്നു. കളി കഴിഞ്ഞിട്ട് റോഡ്രി പറഞ്ഞതാണ്, ഈ കളിയിലാകെ ഒരു ടീമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു ടീമിനെ ഞാൻ കണ്ടുള്ളൂ എന്ന്. എന്നാൽ കളിക്ക് ശേഷം പെപ്പ് പറഞ്ഞ വാക്കുകൾ നോക്കുക. അദ്ദേഹം പറയുന്നു, യോഹാൻ ക്രൈഫ് പറയാറുണ്ട് ലെക്ക് എന്ന് പറയുന്ന ഒരു സാധനമില്ല എന്ന്. ഞാനത് എഗ്രി ചെയ്യുന്നു. ഇതുപോലെ തോൽക്കുമ്പോൾ അത് നമ്മളെ വേദനിപ്പിക്കും, ശരിയാണ്. ഞങ്ങൾ നല്ല രൂപത്തിൽ കാര്യങ്ങൾ ചെയ്തിട്ടും തോറ്റു, അതിൽ ഒരു ചെറിയ ഫീലിംഗ് ഉണ്ട്. എന്താണ് ഞാൻ ഈ താരങ്ങളെക്കുറിച്ച് പറയേണ്ടത്? ഇതിനേക്കാൾ മനോഹരമായിട്ട് എങ്ങനെയാണ് കളിക്കാൻ പറ്റുക? ഇതിനേക്കാൾ കൂടുതലായിട്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? വമ്പന്മാരോട് ഞങ്ങൾക്ക് കളിക്കാൻ പറ്റുമെന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ തെളിയിച്ചിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. വി ഡിഡ് എവറിത്തിങ് ടു ഓൾമോസ്റ്റ് ടു ഡു ഇറ്റ്. പക്ഷേ ഇത്തരത്തിൽ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് വേദനയുണ്ടാകും. ബട്ട് ഇതിനേക്കാൾ ഫാൻറ്റാസ്റ്റിക് ആയിട്ട് എങ്ങനെയാണ് കളിച്ച് തോൽക്കുക? ഏതായാലും ഞാൻ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തി എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് മാഞ്ചസ്റ്റർ സിറ്റി പ്ലെയേഴ്സിനോട് നന്ദി പറയുകയാണ്. ആ പെർഫോമൻസിനും അവരുടെ കമ്മിറ്റ്മെൻറ്റിനും അതൊക്കെ നന്ദി അവർ അർഹിക്കുന്നു. അത് എക്സെപ്ഷണൽ ആയിട്ടുള്ള കാര്യമായിരുന്നു എന്നുകൂടി കോച്ച് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും കോച്ച് പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്, ഫുട്ബോളിൽ ഇങ്ങനെയൊക്കെയാണ്, ഫുട്ബോൾ അല്ലാത്ത ഗെയിമാണെങ്കിൽ ഒരു പക്ഷേ ഞങ്ങൾ ജയിച്ചേനെ എന്ന്. തീർച്ചയായിട്ടും സർവ്വം സമർപ്പിച്ച് കളിക്കുമ്പോഴും ചിലപ്പോൾ ഫുട്ബോൾ ദൈവങ്ങൾ ഇങ്ങനെ പ്രതികരിച്ചേക്കും. സിറ്റിയുടെ ആരാധകർക്ക് നിരാശ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.